വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. വിസ്തരിച്ചൊരു കുളി കഴിഞ്ഞതോടെ അന്നത്തെ ക്ഷീണം മുഴുവൻ പോയതുപോലായി വിശ്വക്ക്. എന്നിട്ടും കുറച്ചേരം കൂടി അവൻ ആ പുഴയിൽ നീന്തി തുടിച്ചു. കോളനിക്ക് അടുത്ത് തന്നെയാണത്. കോറിയിലെ ജോലിയുള്ള ദിവസം കുളിക്കാൻ നേരെ ഇങ്ങോട്ട് വരും. എന്നും അവനോടൊപ്പം ഉണ്ടാവാറുള്ള മുരുകനെന്ന് പക്ഷെ നേരത്തെ കുളിച്ചേറി കരയിലിരിപ്പാണ്. 2 ദിവസം മുന്നേ വക്കീൽ വിളിച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ മുതൽ അവനൊരു മൗനമുണ്ട്. സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷെ അതിനുമപ്പുറം വിശ്വക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നൊരു മാറ്റമുണ്ട്. കുറച്ചുകൂടി കാണാൻ കൊള്ളാവുന്ന ആളായിരുന്നെങ്കിൽ ഞാൻ എന്തായിരുന്നു ശ്രമിച്ചു നോക്കായിരുന്നു വിശ്വ. എങ്ങാനും പിടിക്കപ്പെട്ടിട്ട് ഞാൻ പെണ്ണിന്റെ ആൾക്കാരനെ കൊന്നാലും വേണ്ടില്ലായിരുന്നു. മല്ലിക്ക് ജീവിക്കാലോ. ഞാനില്ലേലും ഒരു സാഹോദരന്റെ കടമ ചെയ്തത് എനിക്ക് ആശ്വസിക്കാലോ. ഇതിപ്പോ ഒരായുസ് മുഴുവൻ ഞാൻ ചത്ത് കിടന്നു പൊടിഞ്ഞാലും പട്ടിണി പോലും മാറുന്നില്ല. പിന്നല്ലേ ഓപ്പറേഷൻ. അങ്ങേയറ്റം തോറ്റുപോയതിന്റെ ദയനീയ ഭാവം അന്ന് വിശ്വ ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. പിന്നെ 2 ദിവസം അവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചെന്നല്ല, ഒന്നിനെക്കുറിച്ചും മിണ്ടുന്നില്ല. അതുവരെയുമില്ലാത്ത അസുഖകരമായൊരു മൗനമാണിതെന്ന് മുരുകനെ നോക്കുമ്പോഴെല്ലാം വിശ്വക്ക് തോന്നുന്നുണ്ട്. 2ാം ക്ലാസ് മുതൽ 2 ശരീരവും ഒരു ആത്മാവുമായി കൂടിച്ചേർന്നവരാണ് വിശ്വയും മുരുകനും. നേർത്തൊരു മൂളൽ കൊണ്ടുപോലും ഹൃദയ നോവുകളുടെ ആഴമറിയാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ ബലമുള്ള നൂലിഴ കൊണ്ട് ഹൃദയങ്ങൾ പരസ്പരം കൂട്ടിക്കുരുത്ത് കെട്ടിവെച്ചവർ. ഒരുവൻ പിടയുമ്പോൾ മറ്റേയാൾക്കും നോവ്. ഒരുവൻ ചിരിക്കുമ്പോൾ മറുവശവും അറിയാതെ ചിരി പൂത്തുവിടരും. ഒരു വേള മുരുകന്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ വിശ്വക്ക് വക്കീലിനോട് പോലും ദേഷ്യം തോന്നി. അയാളെന്തിനാണാവോ ഇതുപോലൊരു കാര്യം അവനോട് പറഞ്ഞ്? തീർത്തും ലോക്കൽ ഏരിയയിൽ നിന്ന് അധികം പഠിപ്പോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഒരാളെ അവനെ കൊണ്ട് വളരെ വേഗം തപ്പിയെടുക്കാൻ പറ്റുന്ന അയാൾക്ക് തോന്നിയിരിക്കാം. അതിങ്ങനെ അവനെ മൂങ്ങയെപ്പോലെ കൂനി പിടിച്ചെത്തി കളയൊന്ന് അയാൾ ഓർത്തു കാണില്ല. വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വ ഉറക്കി വിളിക്കുമ്പോൾ ഉറക്കം ഞെട്ടിയതുപോലെ മുരുകനൊന്ന് ചുറ്റും നോക്കി. എന്തോന്നാളാ ഇത്? നിന്റെ ആരെങ്കിലും ചത്തുവോ? ഇങ്ങനെ വിശ്വക്ക് അവനെ നോക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. കഴിഞ്ഞെങ്കിൽ നീ കയറുവാ വിശ്വ. കണ്ടില്ലേ, നേരെ ഇരുട്ടി. വീട്ടിലേക്ക് വല്ലതും വാങ്ങിച്ചിട്ട് പോണ്ടേ? അവർ നോക്കിയിരിക്കും. ഇനി എവിടെ നിന്നാലേ ആ പരമു കടയടച്ചു പോവും. മുരുകൻ തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് വിശ്വയെ നോക്കി വിളിച്ചു പറഞ്ഞു. 2 ദിവസമായിട്ട് കരിങ്കൽ കോറയിലാണ് വിശ്വക്കും മുരുകനും പണി. ആര് വന്ന ടിപ്പർ അവിടെ കഴുകി നിർത്തിയിട്ടുണ്ട്. അതിനി കൊണ്ടുകൊടുത്തിട്ട് വേണം തിരികെ വീട്ടിലേക്ക് പോകാൻ. ഇനിയിപ്പം 3-4 ദിവസം കോറയിൽ പണിയില്ല. അത്യാവശ്യം മെയ്യാനെങ്കിൽ അധ്വാനിച്ചാൽ വൈകുന്നേരം 2-3 ലോഡ് ഒപ്പിക്കാം. ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കുന്നത് 2 ദിവസം കൊണ്ട് കയ്യിലെത്തും. ടൗണിൽ അവർക്ക് പരിചയമുള്ള ഒരാളുണ്ട്, ഒരു സുലൈമാൻ സാഹിബ്. അയാളുടെ ലോറിയിൽ വിശ്വ ഡ്രൈവറും മുരുകൻ ക്ലീനറും. പക്ഷെ ക്വാറിയിലെത്തിയാൽ ലാഭം കൂടുതലാക്കാൻ വേണ്ടി വിശ്വയും മുരുകൻ ലോഡിംഗ് തൊഴിലാളികൾ കൂടിയാണ്. എന്നുമൊന്നും ആ ജോലിയില്ല. അതിനിടയിൽ വരുന്ന ഇടവേളകളിൽ പലതും ചെയ്യും, പല പണികളും. എല്ലാത്തിനും വിശ്വയുണ്ടോ അവനൊപ്പം മുരുകൻ കൂടെ ഉണ്ടാവും. 2 ആളും കൂടെ ഇങ്ങ് വായെന്നാണ് ഒരു പണിക്ക് വിളിക്കുമ്പോൾ ആളുകൾ അവരോട് പറയുന്നത് തന്നെ. കഴിഞ്ഞു. വിശ്വ ഒരു വട്ടം കൂടെ മുങ്ങിയിട്ട് അതേ ഇരിപ്പിൽ തന്നെ തോർത്തഴിച്ച് പിഴിഞ്ഞ് തലതോർത്തി വീണ്ടും ആ തോർത്തെടുത്തുകൊണ്ട് വെള്ളത്തിൽ നിന്നും കയറി. മുരുകൻ നീട്ടിയ മുണ്ട് വാങ്ങി കൊടുത്തിട്ട് ടിപ്പറിന്റെ ഡോറിൽ തൂക്കിയിട്ട് ആ ഷർട്ടും ഇട്ടു. പോലെ നനഞ്ഞ തോർത്ത് കുടഞ്ഞ് തോളിലിട്ട് മുടികൾക്കിടയിൽ കൂടി വിരലോടിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ തലയാട്ടിക്കൊണ്ട് മുരുകൻ ഡോറ് തുറന്ന് കയറി. മറുവശത്തേക്ക് ചെന്ന് വിശ്വയും. ടീന, അറിയാലോ എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. സ്റ്റേറ്റ്സിൽ പഠിച്ച ജാടയാണെന്നും കരുതിയേക്കല്ലേ? നീ ഉണ്ടാവില്ല അവിടെ? മിത്ര ഫോണിലാണ്. മറുവശം അവളുടെ കസിനാണ്. ടീന കസിൻ എന്നതിനപ്പുറം മിത്രയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ മിത്ര ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവളെയാണ്. മിത്രയുടെ അമ്മ ആനിയുടെ സഹോദരിയുടെ മകളാണ് ടീന. ആനി മരിച്ചുപോയെങ്കിലും ഇപ്പോഴും അവിടെയുള്ളവരുടെ നല്ല ബന്ധത്തിലാണ് ടെന്നീസ്. അവർ തിരിച്ച് ഇങ്ങോട്ടും. 2 കുടുംബങ്ങളിലെയും ആഘോഷങ്ങളിൽ പരസ്പരം കൂടിച്ചേരാറുമുണ്ട്. എന്റെ പൊന്നും മിത്രമേ, നീ എന്നെ നാറ്റിക്കൂടി. ടീനയുടെ രോദനം. മിത്ര അടക്കി ചിരിച്ചു. സ്റ്റേറ്റ്സിൽ പോയി പഠിച്ചിട്ട് അതിന്റെ ധൈര്യം കാണിക്കണ്ടേടി. ഇതൊരു മാതിരി. അയ്യേ, നിനക്ക് മിത്രമോളെ കണ്ടുപഠിച്ചിട്ട് ഇച്ചിരി ബോർഡായിക്കൂടിയെന്ന് മിനിറ്റിന് എന്നെ ഉപദേശിച്ചില്ലെന്ന് എന്റെ മമ്മി ഇതൊന്ന് കേൾക്കണം. ടീന വീണ്ടും ചോദിച്ചു. എന്റെയും കൂടി മമ്മിയാണ്ടി, മിത്ര തിടുക്കത്തിൽ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, വേണമെങ്കിൽ നീ മുഴുവൻ എടുത്തോ. ടീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനെന്ത് ചെയ്തെന്ന ടീന? മിത്രക്ക് സംശയം. നീ ഒന്നും ചെയ്യുന്നില്ല, അതിന്റെ പ്രശ്നം. ഒടുവിൽ കൂട്ടുകാർക്കുമ്പോൾ നിന്നെ പൊക്കിയടിച്ചാൽ ഞാൻ ചമ്മിപ്പോവും തോന്നുന്നു. ടീന പറയുന്ന കേട്ടിട്ട് മിത്രയ്ക്ക് ഇപ്പോഴും ചിരി വരുന്നുണ്ട്. പഠിച്ചിറങ്ങി ജോലിക്കാരണ്ട ഞാനാ. നിനക്ക് വേണ്ടിയാണ്ടി എനിക്കൊരു താല്പര്യമില്ലാത്ത ബിസിനസ് കോഴ്സ് എടുത്തുകൊണ്ട് എന്നെ 6 മാസം വെറുതെ കളയാൻ പോകുന്നു. അതുപോലെ നിനക്കറിയോ? ടീന വിടാനുള്ള ഭാവമില്ല. താങ്ക്സ് ടീ, ഈ ഹെൽപ്പ് ഞാൻ എൻ്റെ ലൈഫ് ലോങ് മറക്കത്തില്ല. അതുപോലെ നിനക്ക്? മിത്ര പറഞ്ഞു. അവളാ പറഞ്ഞ് വളരെ വലിയൊരു സത്യമാണ്. നല്ലൊരു കമ്പനിയിൽ നിന്നും വലിയ ശമ്പളത്തിൽ ജോബ് ഓഫർ വന്നിട്ടും അവർ നേരെ കണ്ണും പൂട്ടി ടീന നോ പറഞ്ഞ തനിക്ക് വേണ്ടിയാണ്. അതും പോരാഞ്ഞ് MS കോളേജിൽ അവൾ പഠിച്ചതുമായി യാതൊരു ബന്ധമില്ലാത്ത ബിസിനസ് പഠിക്കാൻ പോയിരുന്നു തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. താൻ അവിടെ എവിടെയും തനിച്ചാവാതിരിക്കാൻ വേണ്ടിയാണ്.
ഒത്തിരി പേരൊന്നും കൂടെയില്ല, കൂട്ടുകാരും വളരെ കുറവാണ്. 10 കഴിഞ്ഞു പോയ ശേഷം നാടുമായി വലിയൊരു കണക്ഷനിലായിട്ടാണ് കൂട്ടുകാർ മുഴുവൻ കൊഴിഞ്ഞു പോയത്. പഠിച്ചിരുന്നിടത്തും പഠിക്കാനും ജോലി ചെയ്യാനും മാത്രം ലക്ഷ്യം വെച്ച് വരുന്നവർക്ക് സൗഹൃദമുണ്ടാക്കാൻ അത്ര വലിയൊരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷെ കൂടെയുള്ളവരെല്ലാം ടീനടക്കം വളരെ കുറച്ചു പേരെല്ലാം അങ്ങനെയാണ്. മിത്രയോട് ഒരു പ്രത്യേക പരിഗണനയുണ്ട്, ആരോടുമില്ലാത്തൊരു സ്നേഹമുണ്ട്. ഒന്ന് പോടി. അവിടെ ആ നീട്ടിയുള്ള താങ്ക്സ് കേട്ടപ്പോൾ ടീന ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് എപ്പോഴാണ് നീ ഇങ്ങോട്ട് വരുന്നത്? ടീനക്ക് അതായിരുന്നു അറിയേണ്ടത്. വന്നെന്ന് കണ്ടിട്ട് പോയതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ആ കൂടിക്കാഴ്ച. മിക്കവാറും ഞാൻ നാളെ വരാമെന്ന് കരുതുന്നുണ്ട് ടീന. മിത്രക്കും അവരെല്ലാം കാണാൻ തോന്നുന്നുണ്ട്. എങ്കിൽ ഞാൻ എല്ലാവരോടും വരാൻ പറയാം, നാളെ നമുക്ക് അടിച്ചു വിളിക്കാം. ടീന അത് കേട്ടതോടെ ആവേശത്തിലാണ്. ഞാൻ നാളെ തന്നെ തിരിച്ചു വരും കേട്ടോ, എനിക്കൊരു ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ സെറ്റാക്കാം. നീ ആദ്യം വാ, ഞാൻ നിന്റെ പ്രിയപ്പെട്ട ഗ്രേസി അമ്മയോട് ചെന്നിട്ട് പറയട്ടെ നാളെ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം. ടീന മിത്രയോട് പറഞ്ഞിട്ട് ആളുടെ മറുപടി പോലും കാത്തിൽക്കാതെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോയി. മിത്ര ചിരിയോടെ ഫോൺ മാറ്റി വെച്ചിട്ട് കിടക്കയിലേക്ക് കിടന്നു. ചിന്തകളിൽ ആ കോളേജ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പ്രലോഭനമാണോ പ്രതീക്ഷയാണോ മനസ്സിൽ ആ ചിന്തകൾ കൊണ്ട് വരുന്നതെന്ന് അറിയില്ല. എന്നാലും മിത്ര ഒരുപാട് സന്തോഷത്തിലാണ്. പക്ഷെ അപ്പോഴും അവൾ അറിഞ്ഞില്ല, ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ ആഗ്രഹിക്കാത്ത കുറേയേറെ കാര്യങ്ങളാണ് തനിക്കായി അവിടെ കാത്തിരിക്കുന്നതെന്ന്. മുരുകൻ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വിഷ 2 ചോറുപൊതിയാണ് വാങ്ങിയത്. കുസുമ ഓടിത്തുടങ്ങിയിട്ടല്ല, പക്ഷേ ഒരു ഇച്ചിരി അയവ് വന്നിട്ടുണ്ട്. അത് തന്നെ ആശ്വാസം. ആളുകളെല്ലാം ജോലിക്ക് പോയിട്ട് തിരികെ വരുന്നൊരു സമയമായതുകൊണ്ട് കടയിലും റോഡിലുമെല്ലാം നല്ല തിരക്കുണ്ട്. ഇരുട്ട് മുന്നേ വീടണയാൻ വെപ്രാളപ്പെടുന്നവർക്കിടയിൽ കൂടി മുരുകനും വിഷയും ധൃതിയിൽ നടന്നു. സുലൈമാൻ സാഹിബിനെ കണ്ടിറങ്ങുമ്പോൾ തന്നെ ഇച്ചിരി വൈകിയിരുന്നു. കാരിയിട്ട് മൂടാനുള്ള സ്വത്തുക്കളുണ്ടെങ്കിലും പിശുക്കിന് കയ്യും കാലും വെച്ചൊരു സാധനമാണ് അയാൾ. അയാളുടെ ടിപ്പർ കൊണ്ടുവരുന്നതിന് ന്യായമായൊരു തുക വാടകയായി കൊടുക്കുന്നുണ്ട് വിശ്വ. പക്ഷേ സാഹിബ് പറയുന്ന കേട്ടാൽ തോന്നും അവന് വേണ്ടി അയാളെ ഒരു സേവനം ചെയ്യുകയാണെന്ന്. അറുത്തുമുറിച്ച് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ വിശ്വക്ക് അറിയായിട്ടല്ല, അതിനുള്ള ധൈര്യവുമുണ്ട്. പക്ഷെ പിന്നെ ഒരു വണ്ടി ഇട്ടാനുള്ള പ്രയാസമാണ് അവനതിൽ നിന്നും തടയുന്നത്. സ്വന്തമായിട്ടൊരു ടിപ്പർ എന്നുള്ളത് അവന് നടക്കാത്ത ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ എഴുതി ചേർത്തുകൊണ്ട് സാഹിബിനെ സഹിക്കല്ലാതെ അവന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. അത് അയാൾക്കും നന്നായിട്ട് അറിയാം. അതിൻ്റെയാണ് ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ. നീ ഇനി ഇറങ്ങുന്നുണ്ടോ വിശ? അവൻ്റെ വീടിനടുത്തെത്തി മുരുകനെ നോക്കി. ഇല്ലടാ, വയ്യ, ഒന്ന് കിടന്നാൽ മതി എന്നാ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ആരും. അത് മറണ്ട് മുന്നോട്ട് നടക്കുന്നവനെ ഒരു നിമിഷം നോക്കി എന്നിട്ടാണ് വിശ വീട്ടിലേക്ക് കയറിയത്. ഉമ്മറത്ത് തന്നെയുള്ള കസേരയിലേക്ക് തലയിൽ കെട്ടിയ തോർത്തിട്ടുകൊണ്ട് അവൻ അകത്തേക്ക് ചെന്നു. കയ്യിലുള്ള പുതിയ അടുക്കളയിലേക്ക് വെക്കാൻ ചെല്ലുമ്പോൾ അവിടെ കുസുമമുണ്ട്. കിട്ടുന്ന കാശിന് മൊത്തത്തിൽ ഇങ്ങനെ വാങ്ങിച്ചോ, കയ്യിലൊന്നും വേണ്ട. വെറുതെ യാതൊരു ആവശ്യമില്ലാതെയുള്ള ആ ചൊറിച്ചിൽ. എന്തെങ്കിലും പറഞ്ഞാൽ തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വായിൽ തോന്നിയത് മുഴുവൻ പറയും. പിന്നെ അതോർത്തുകൊണ്ട് ഉള്ളു വേവും. ഒരുവിധം കടിച്ചു പിടിച്ച് ദേഷ്യം അടക്കിക്കൊണ്ട് വിശ്വ കൈകളുടെ പൊതിക്കൊപ്പം 200 നോട്ടുകൾ കൂടി അടുക്കളയിലെ ബെഞ്ചിൽ വെച്ചിട്ട് വിശ്വ മുറിയിലേക്ക് പോന്നു. ഷർട്ട് അഴിച്ചു മാറ്റിയിട്ട് ഫോണുമായി കിടക്കയിലേക്ക് വീണു. ശരീരത്തിനൊരു പിടുത്തമുണ്ട്. കാറിലെ ജോലി ഇന്ന് അത്രയും കഠിനമായിരുന്നു. ചത്ത് പണിയെടുത്തിട്ടാണ് 3 ലോഡെങ്കിലും ഒപ്പിക്കാൻ കഴിഞ്ഞത്. അതിൽ സാഹിബിന്റെ വീതം കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ 3/4 മുരുകന്റെ പോക്കറ്റിലിട്ട് കൊടുത്തു. വേണ്ടാന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും വേണമെന്നറിയാമായിരുന്നുകൊണ്ട് അത്ര ഗൗനിച്ചവുമില്ല. ഫോണിൽ തോണ്ടിയിട്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഒടുവിൽ ഫോൺ മാറ്റി വെച്ചിട്ട് അവൻ എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് ചെന്നു. കഴിക്കാനുള്ളതുമായി ഉമ്മറത്തേക്ക് ചെന്നിട്ട് അത് വാരി കഴിക്കുമ്പോഴും കുസുമം നിർത്താതെ ഓരോന്ന് പറയുന്നുണ്ട്. വിശ്വ ആ നിമിഷം കണ്ണും കാതും മനഃപൂർവ്വം അടച്ചു പിടിച്ചു. ഒരക്ഷരം മിണ്ടാതിരിക്കുന്നവന് വഴക്കുണ്ടാക്കാനെങ്കിലും മിണ്ടിക്കാൻ തന്നെയായിരുന്നു കുസുമ ആഞ്ഞു ശ്രമിക്കുന്നു. കഴിച്ചു കഴിഞ്ഞ് പാത്രം കൊണ്ടുവച്ചിട്ട് വിശ്വവേഗം ഉറങ്ങാൻ കയറി കിടന്നു. പകലിലെ അധ്വാനം അപ്പോൾ മാത്രം അവന് തുണയായി. പിന്നെ ആ ഗാഠമായ ഉറക്കം വിട്ടുണ്ടെന്ന് ആരോ ഉറക്കെ നിലവിളിക്കുന്ന കേട്ടാണ്. നേർക്ക് നേർ 10 ആൾ വന്നാലും ഒറ്റയ്ക്ക് തള്ളി തോൽപ്പിക്കാൻ മാത്രം മനസ്സും മുശിരുമുള്ള വിശ്വ വിറക്കുന്നു. പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങളാണ് നമ്മളെ വളരെ വേഗം തളർത്തുന്നെന്ന് പറയുന്ന എത്ര നേരാണ്. പരമാവധി സ്പീഡിൽ കാർ ഓടിയിട്ടും അവനത് പോരെന്ന് തോന്നി. സ്പീഡ് ഒരൽപ്പം കൂടിയാൽ തന്നെ ചീത്ത വിളിക്കുന്ന മുരുകൻ എതിരിപ്പുണ്ട് അന്നും. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അവൻ മാത്രമേ അങ്ങനെയുള്ളൂ. പുറകിൽ നിന്നും വലിയ ശ്വാസത്തിന് വേണ്ടിയുള്ള പരാക്രമത്തിന്റെ ശബ്ദത്തിനൊപ്പം പിന്നെ ശാന്തിയുടെയും ശെൽവണ്ണിന്റെയും കരച്ചിൽ കേൾക്കുന്നുണ്ട്. തുടരെ ഹോൺ മുഴക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോഴും ഇടതടവിട്ടുകൊണ്ട് വിശ്വയുടെ കണ്ണുകൾ പിന്നിലേക്ക് നീളുന്നുണ്ട്. ഒന്നുറങ്ങി എണീറ്റപ്പോഴേക്കും എന്തൊക്കെയാണ് സംഭവിച്ചത് അവന് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. പുറത്തുനിന്നുള്ളൊരു കൂട്ട നിലവിളി കേട്ടാണ് ഉറക്കം വിട്ട് കണ്ണു തുറന്ന്. ചെറുപ്പത്തിൽ തന്നെയുള്ളൊരു ശീലമാണത്. ചെറിയൊരു ശബ്ദം മാത്രം മതി എത്ര ഗാഠമായ ഉറക്കവും വിട്ടുണരാൻ. ആദ്യമൊന്നും മനസ്സിലായില്ല. 1-2 നിമിഷങ്ങൾക്ക് ശേഷം ഓടി പുറത്തേക്ക് ചെല്ലുമ്പോൾ പുറകെ അമ്മയെ ഓടി വരുന്നുണ്ട്. വഴി നീളെയുള്ള വീടുകളുടെ വാതിലുകൾ തുറയുന്നു. ഓരോരുത്തരും നിലവിളി ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങി ഓടി വരുന്നു. ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ഇടമെല്ലാം വെളിച്ചം നിറയുന്നു. മുന്നോട്ട് ഓടിച്ചെന്ന വിശ്വ ആ നിലവിളിയുടെ ഉറവിടം മുരുകന്റെ വീടാണെന്നറിഞ്ഞതും അറിയാതെ തന്നെ നിന്നുപോയി.
2 ദിവസം കൊണ്ട് കൺമുമ്പിൽ മൗനത്തോടെ പെങ്ങൾക്ക് വേണ്ടി വേദന തിന്നുന്ന ഒരുത്തന്റെ മുഖം ഓർമ്മിച്ചു. വിശ്വാന്ന് ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിളിക്കുന്ന മല്ലി അവനെ ആ നിമിഷം ഒരുപാട് ഭയപ്പെടുത്തി. നോക്കി നിൽക്കാണ്ട് പോയി ക്രിസ്റ്റിയുടെ വീട്ടിൽ പോയി വണ്ടി കൊണ്ടുപോവാ വിശ്വ. അവനെ കടന്ന് അകത്തേക്ക് പോയ കുസുമം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അലറി വിളിക്കുന്ന പോലെ പറയുമ്പോൾ അവനൊന്ന് അവരെ തുറച്ചു നോക്കി. പിന്നെ അവന്റെ മുഖമൊന്ന് തെളിഞ്ഞു. നിന്ന നിൽപ്പിലൊന്നും തിരിഞ്ഞിട്ട് അവൻ പിന്നിലേക്ക് കുതിച്ചു. സ്വന്തം വീട്ടിലേക്ക് കയറി ഹാങ്കറിൽ നിന്നൊരു ഷർട്ടും പേഴ്സും ഫോണുമായി വന്നിട്ട് വീട്ടുമുറ്റത്തുള്ള അവന്റെ ബൈക്കിലേക്ക് കയറിയിരുന്നു. പഴയ മോഡലൊരു ബൈക്കാണത്. ഒന്നവിടെ ഇട്ട് ഇരപ്പിച്ചുകൊണ്ട് ഓവുചാലിന് കുറുകെ വെച്ച മരത്തടിയിൽ കൂടി അവനത് റോഡിലെത്തിച്ചു. വൈകുന്ന ഓരോ നിമിഷം ഒരു ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം ഇടനെഞ്ചിൽ അങ്ങനെ തുടിച്ചു നിൽക്കെ അവന് പരിധിയിൽ കൂടുതൽ സ്പീഡ് ഉണ്ടായിരുന്നു. കോളനിയിൽ നിന്ന് കുറച്ച് മാറി ടൗണിലെത്തുന്നതിന് മുന്നെയാണ് ക്രിസ്റ്റിയുടെ വീട്. വിശ്വയുടെ കൂട്ടുകാരനാണ് ക്രിസ്റ്റി. അവൻ ഗൾഫിലാണ്. പക്ഷെ അവന്റെ വീട്ടിൽ ആവശ്യത്തിലുള്ള ഏത് ഓട്ടത്തിനും വിശ്വയാണ് ആ കാറിന്റെ ഡ്രൈവർ. ക്രിസ്റ്റിയുടെ വീട്ടിലെത്തി ഒരൊറ്റ ശ്വാസത്തിന് കാര്യം പറഞ്ഞിട്ട് അവർ നീട്ടിയ ചാവിയും വാങ്ങി അതിനേക്കാൾ സ്പീഡിൽ വിശ്വ തിരിച്ചെല്ലുമ്പോൾ മല്ലിയെ താങ്ങി പിടിച്ചുകൊണ്ട് പുറത്തുണ്ട് അക്ഷമയുടെ ആൾരൂപങ്ങളായ ഒരു കൂട്ടം ആളുകൾ. കാർ നിർത്തി പിന്നിലേക്ക് ആഞ്ഞിരുന്നുകൊണ്ട് അവൻ ഡോറൊന്നു കൊടുത്തു. ആരൊക്കെയോ മല്ലിയെ താങ്ങി പിന്നിലേക്ക് കയറ്റി. ഒരു ഭാഗത്ത് ശാന്ത ചേച്ചിയും മറുവശം ശെൽവണ്ണനും കയറി. കള്ളിച്ചൊരു മുഖഭാഗത്തിൽ തനിക്കടുത്തേക്ക് വന്ന് കയറിയവനെ നോക്കി വിശ്വയുടെ കണ്ണുകൾ ചുരുങ്ങി. പെട്ടെന്ന് പോ വിശ്വ. ആരോ ഡോറടച്ചിട്ട് വെപ്രാളത്തിൽ പറയുമ്പോൾ മുറികളിൽ നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ട് വിശ്വ ആക്സിലേറ്ററിൽ കാലമർത്തി. വെടിയുണ്ട പോലെ ചീറിപ്പായുന്നതിനിടയിലും വിശ്വ മുരുകനെ നോക്കുന്നുണ്ട്. അവന്റെ മനസ്സ് കൈവിട്ടു പോയെന്നവരെയും വിശ്വക്ക് തോന്നും വിധമാണ് മുരുകന്റെ അവസ്ഥ. സർക്കാർ ആശുപത്രി പോയാൽ മതി കേട്ടോ മോനെ. പിന്നിൽ നിന്ന് ശെൽവണ്ണരെ തളർന്നുപോയ ഓർമ്മപ്പെടുത്തൽ. മല്ലിയെ കാണിക്കുന്ന ഡോക്ടർ അവിടെ ഉണ്ടാവോ? സ്പീഡ് ഒട്ടും കുറക്കാതെ തന്നെ വിശ്വ ചോദിച്ചു. ഇല്ല, ഡോക്ടറെ കാണാൻ നേരം വിളിക്കേണ്ടി വരും. അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും. തൽക്കാലം അവരെന്തെങ്കിലും ചെയ്യും. പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ ശെൽവണ്ണന്റെ വാക്കുകൾ പാതിയിൽ നിലച്ചു. അതിനൊപ്പം തന്നെ ശാന്തി ചേച്ചിയുടെ കരച്ചിൽ കുറച്ചുകൂടി ഉച്ചത്തിലായി. ഡോക്ടർ വന്നിട്ട് എന്താവും പറയുകയെന്നറിയാൻ അവർക്ക് ആർക്കും അയാളെ കാണും വരെയോ അയാൾ വരും വരെയോ കാത്തിരിക്കേണ്ടതില്ലല്ലോ. ഓപ്പറേഷൻ കൊണ്ടല്ലാതെ മല്ലികയുടെ കാര്യത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ലെന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം അയാൾ വ്യക്തമായും ശക്തമായും പറഞ്ഞെന്നാണ്. കരയിലെ ശാന്തി ചേച്ചി, നമ്മളെത്തി, ഒന്നും ഉണ്ടാവില്ല. കരഞ്ഞുകൊണ്ട് അവളെ കൂടി പേടിപ്പിക്കണ്ട. അവരോളം തന്നെ ഭയം നെഞ്ചിൽ പതഞ്ഞു പൊങ്ങിയിട്ടും വിശ്വ അവനെ കൊണ്ടാവും പോലെ അവരെ ആശ്വസിപ്പിച്ചു. അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ വഴിയിൽ വാഹനങ്ങളുടെ തിരക്കില്ല. 10-15 മിനിറ്റ് കൊണ്ട് വിശ്വ അരമണിക്കൂർ കൊണ്ട് ഓടിത്തിരിക്കേണ്ട ദൂരത്തെ തോൽപ്പിച്ചു. മുരുക ഇറങ്ങി വാ. ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന മുരുകന്റെ തോളിൽ തട്ടി വിളിച്ചു പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റി വിശ്വ പുറത്തേക്ക് ഇറങ്ങി. പിന്നിലെ ഡോർ തുറന്നുകൊണ്ട് ശെൽവണ്ണൻ ഇറങ്ങിയ ഉടനെ തന്നെ അങ്ങോട്ട് കയറി വിശ്വ മല്ലിയെ വാരിയെടുത്തുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. എതിരെ വരുന്നവരെല്ലാം അവന് നോക്കുന്നുണ്ട്. ബട്ടണിടാത്ത ഷർട്ട്, കുത്തഴിഞ്ഞ ലുങ്കിത്തുണി, ഇതൊന്നും അവൻ അറിഞ്ഞതേയില്ല. കയ്യിൽ തന്നെ നെഞ്ചോട് ചേർന്ന് കിടന്ന് പിടയുന്ന ആ ജീവനെ കുറിച്ച് മാത്രമായിരുന്നു വിശ്വ ആ നിമിഷം അത്രയും ഓർത്തതും. ഇത്രയും തിരക്ക് കാണിക്കണോ? ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആളിതുവരെയും വിവരമൊന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ആളില്ലെന്നാവില്ല. മുരുകൻ ഒരു കാര്യമേറ്റാൽ ഏറ്റതാ. വക്കീൽ പറയുന്നത് ശ്രദ്ധിച്ചേട്ട് നിൽപ്പാണ് അഖിൽ. മോഹൻദാസ് എന്ത് പറയണമെന്നറിയാൻ അവനെയും നോക്കി. അഖിലൊന്ന് ശ്വാസം എടുത്തു. തിരക്കൊന്നുമില്ല വക്കീലേ, പക്ഷെ അധികം വൈകാനും പാടില്ല. കാരണം 6 മാസത്തെ കോഴ്സ് ചെയ്യാനാണ് മിത്ര MS കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് അവിടെ ജോയിൻ ചെയ്യുന്നതാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ടൈമിൽ വേണം അത് ചെയ്യാൻ. അത് തീർന്നാലുടൻ മിത്ര ടെന്നീസ് മാത്യു അവരുടെ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിൽ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ പ്ലാൻ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ല, ചെയ്യാനില്ല, ചെയ്തിട്ടും കാര്യമില്ല. വക്കീലിന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അഖിലിന്റെ സ്വരം മൂർച്ച കൂടി. എനിക്ക് മനസ്സിലായി മിസ്റ്റർ അഖിൽ. മുരുകൻ വിളിക്കും വരെയും വെറുതെ കാത്തിരിക്കുന്നില്ല ഞാൻ. എന്നെ കൊണ്ട് ചെയ്യാനാവും പോലൊക്കെ ശ്രമിക്കുന്നുണ്ട്. വക്കീലും പറഞ്ഞു. ഗുഡ്, കാശ് എത്ര വേണമെങ്കിലും ഇറക്കി കളിക്കാൻ ഞങ്ങൾ റെഡിയാണ്. വക്കീൽ അതോർത്തോണ്ട് ടെൻഷൻ ആവണ്ട. പക്ഷെ കണ്ടുപിടിക്കുന്ന ആള് ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. കാരണം മുന്നിലുള്ളത് മിത്രയാണ്. മിത്ര ടെന്നീസ് മാത്യു നിസ്സാരമായി കാണുകയെ ചെയ്യരുത്. ബുദ്ധിമതിയാണ്, സൂത്രശാലിയാ. അതിനേക്കാൾ സ്വന്തമായി നിലപാടുകളുള്ളവളും അതിൽ ഉറച്ചു നിൽക്കാൻ അറിയുന്നവളുമാ. എതിരെയുള്ള അവൾക്ക് മുമ്പിൽ ജയിച്ചു കയറാൻ കഴിയുന്ന ഒരാൾ. അതാവണം നമ്മൾ അവൾക്ക് നേരെ കൊണ്ടുവന്നെത്തുന്നതിന്റെ ക്വാളിഫിക്കേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ വക്കീലേ? അഖിൽ ചോദിക്കുമ്പോൾ വക്കീലൊന്ന് അമർത്തി മൂളി. അവനെ ആ നിബന്ധനകൾ കേൾക്കുമ്പോൾ അയാൾക്കും ചെറുതല്ലാത്തൊരു ടെൻഷനുണ്ട്. പക്ഷെ കയ്യിൽ വന്നിരുന്ന കാശിനെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റെല്ലാം മറന്നു കളയാനും തോന്നുന്നു. ഹൈ എഡ്യൂക്കേഷൻ എന്നതല്ല വക്കീലെ ഞാൻ ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസവും വിവേകവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്ന ആൾക്ക് ഏതു പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി തീർക്കാൻ കഴിയുന്ന വിവേകമാണ് വേണ്ടത്, കഴിവാണ് വേണ്ടത്.
എതിര് നിൽക്കുന്ന ആളെ സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവ്. അയാൾക്ക് വേണ്ടി കൊടുക്കുന്ന കാശിന് പുറമെ വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് വക്കീലിനും കൂടി അവകാശപ്പെട്ടതാ. അഖിലിന്റെ ആ പ്രലോഭനം വക്കീൽ പൂർണ്ണമായും പ്രതിസന്ധികൾ മറന്നു. നാളത്തോടുകൂടി കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കി കൊടുക്കാമെന്ന് അഖിലിന് വാക്കുകൊടുത്തിട്ടാണ് വക്കീൽ ആ ഫോൺ കട്ട് ചെയ്തത്. ആന്റി കൂടി വരുന്നോ? പോകാനിറങ്ങും മുന്നേ ലിസിയോടായി മിത്ര വീണ്ടും ചോദിച്ചു. ഞാനില്ല പക്ഷേ, നീ പോയിട്ട് വൈകുന്നേരം വരില്ലേ? ആരോടെ കവിളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. മിക്കവാറും വരും ആന്റി. നാളെ അഡ്മിഷന് കാര്യം ശരിയാക്കാൻ കോളേജ് വരെ ഒന്ന് പോകണം. മിത്ര ഹെൽമെറ്റുമായി പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ നിനക്ക് നിന്റെ പപ്പയോട് പറഞ്ഞൂടെ? ഡെന്നിച്ചിന്റെ ഒരു ഫോൺ കോൾ മതിയല്ലോ. ലിസി മിത്രയെ നോക്കി. എന്തിനാ ലിസി ആന്റി വെറുതെ പപ്പയെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. അതിനുള്ള ഇതുപോലുള്ള സില്ലി മാറ്റേഴ്സ് കൂടി പറഞ്ഞിട്ട് ഇത് ഞാനൊന്ന് ചെയ്തു നോക്കട്ടെന്നേ. മിത്ര അവിടെ നേരെ നോക്കിയെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. നിന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യേ. ലിസിയുടെ ശബ്ദത്തിൽ വാത്സല്യമാണ്. മുമ്പ് അവരങ്ങനെ തന്നെയാണ്. വളർത്തി വലുതാക്കിയെന്നുള്ള കണക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് അതിന്റെ പേരിൽ സ്വന്തം തീരുമാനങ്ങളും അഭിപ്രായങ്ങളും അവൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. മിത്രയുടെ ഇഷ്ടം എന്താണോ അതിനൊപ്പം നിൽക്കാനാണെന്ന് അവർക്ക് ഇഷ്ടം. ഇത്രയും കാലമായിട്ടും അതിനൊരു മാറ്റമില്ലാതെ തുടരുന്നു. 10ാം ക്ലാസ്സിന് ശേഷം പുറത്തുപോയി പഠിക്കാൻ മിത്ര താല്പര്യം കാണിച്ചപ്പോൾ നിനക്കതാണ് ഇഷ്ടമെങ്കിൽ നീ പോയി പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടതാണ്. തിരികെ വരാൻ ഒരു വിധത്തിൽ അവളെ ഫോഴ്സ് ചെയ്തുമില്ല. മിത്ര ഉദ്ദേശിച്ച പോലെ പഠനം കഴിഞ്ഞ് തിരിച്ചു വരും വരെയും ഒരു സ്ട്രോങ് സപ്പോർട്ട് പോലെ അദൃശ്യ സാന്നിധ്യമായി അവൾക്കൊപ്പം അവരും ഉണ്ടായിരുന്നു. തിരികെ വന്നിട്ട് ഇനിയും പഠിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് അവൾ പറയുമ്പോൾ അതും സന്തോഷത്തോടെ അംഗീകരിച്ചു കൊടുത്തു. അവർക്ക് അവളുടെ സന്തോഷമായിരുന്നു പ്രാധാന്യം. തന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്നൊരു ചിന്ത ഒരിക്കലും മിത്രയ്ക്ക് വരാത്ത പോലെ ആരോൾക്ക് ആന്റിയായി. പോയിട്ട് വരാം ആന്റി. സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മിത്ര കൈവീശി കാണിച്ചു. ഭയന്ന പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. അത് പക്ഷെ അവിടെയില്ല, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അതുവരെയും വെന്റിലേറ്ററിൽ കിടത്തും. ഓപ്പറേഷൻ ചെയ്യാൻ വൈകുന്ന ഓരോ നിമിഷവും മല്ലിയുടെ ജീവൻ തിരികെ പിടിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള സാധ്യത അങ്ങേയറ്റം കുറയുമെന്ന് കൂടി ഡോക്ടർ പറയുമ്പോൾ മല്ലിക്കൊപ്പം അത് കേട്ടിരിക്കുന്ന വിശ്വക്കും മുരുകനും ശാന്തി ചേച്ചിക്കും ശെൽവണനും കൂടി ശ്വാസം മുട്ടി പിടഞ്ഞു. വൈകുന്നേരത്തിനുള്ളിൽ തീരുമാനം പറയാമെന്ന് പറഞ്ഞിട്ട് മരവിച്ച പോലെ ഡോക്ടർക്ക് മുമ്പിൽ നിന്നവരെ അവൻ തന്നെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. തൽക്കാല പ്രതിവിധി എന്ന പോലെ അവർ വെച്ചു കൊടുത്ത ഓക്സിജൻ മാസ്ക്. എന്നിട്ടും അപ്പോഴും മല്ലിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. സർക്കാർ ആശുപത്രിയിലെ എല്ലാ പരിമിതികളും അവിടെയുണ്ട്. കൺമുമ്പിൽ പ്രാണവായുവിന് വേണ്ടി പിടയുന്ന മല്ലിയെ കണ്ടിട്ടും ഇതത്ര കണ്ടിട്ടുണ്ടെന്നൊരു ഭാവം. പനിച്ചു വിറച്ച് കിടക്കുന്ന ഏതോ രോഗിയുടെ കിടക്കയിൽ ഒരു മൂലയിൽ ദയനീയമായിരുന്ന ഓട്ടത്തോടെ മല്ലി കിടക്കുന്നുണ്ട്. വെറും നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ശാന്തി ചേച്ചി മല്ലിയുടെ നെഞ്ചിൽ തടവിക്കൊടുത്തു. നിശബ്ദമായ ഒരു കരച്ചിലൊതുക്കി പിടിച്ചുകൊണ്ട് അത് നോക്കിൽക്കുന്ന ശെൽവണ്ണന്റെ കണ്ണുകളിൽ തീരാവേദന കല്ലിച്ച് കിടപ്പുണ്ട്. ആള് കൂടി നിന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരാൾ നിന്നിട്ട് ബാക്കിയുള്ളവർ പുറത്തോട്ടിറങ്ങി എന്നുള്ള ഉറക്കെയുള്ള പറച്ചില് എല്ലാം കൂടി കണ്ടിട്ട് വിശ്വക്ക് തലവരുത്തു. നെഞ്ച് കനത്തു. മുരുകനെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് ചെന്നിട്ടൊരു തൂണിൽ ചാരി നിന്നു. അവരെ പോലെ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ ഉരുകി അവർക്കടുത്ത് നിൽക്കാൻ കൂടിയുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് പുറത്താക്കിയ കുറെ പേരുണ്ട് അവിടെ. എടാ, ഇനി ഇങ്ങനെ ഇട്ട് അവളെ വേദനിപ്പിക്കാതെ അവളെ ഒന്ന് കൊന്നുതരാൻ ഡോക്ടർ കണ്ടൊന്ന് പറയിച്ചാ നീ. തൊട്ടരികിൽ നിൽക്കുന്ന മുരുകന്റെ ശൂന്യ നിറഞ്ഞ പറച്ചിൽ പൊള്ളിയതുപോലെ വിശ്വന്ന് പിടഞ്ഞു. നാറി, പോക്കിതരം പറഞ്ഞ കൊല്ലുന്നു ഞാൻ. വിശ്വ മുരുകന്റെ ഷർട്ടിനെ കുത്തി പിടിച്ചുകൊണ്ട് ശബ്ദം കുറച്ച് കയറി. അല്ല പിന്നെ ഞാനെന്ത് പറയണം? എനിക്കത് കാണാൻ വയ്യടാ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇനിയൊരു മാജിക്കും നടക്കില്ലെന്നുള്ളത് എന്നെ പോലെ തന്നെ നിനക്കും അറിയാലോ. ഇന്നല്ല, ഇനി ഒരാഴ്ച കിട്ടിയാലും നമ്മളെ കൊണ്ടൊന്നും കഴിയില്ലടാ. ഇതുപോലൊരു നശിച്ച ജീവിതത്തിൽ നിന്ന് അവളെങ്കിലും രക്ഷപ്പെട്ടു പോട്ടടാ. അവളുടെ വേദന കാണണ്ടല്ലോ. മുരുകന്റെ കണ്ണുകൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ചു. പക്ഷെ കരഞ്ഞില്ലവൻ. എപ്പോഴും കാണുന്ന ഒരു നേരത്തെ ചിരി കൊണ്ട് ആ നോവിനെ മറച്ചു പിടിച്ചു. ഇങ്ങനെയൊന്നും പറയാതാ മുരുക. വിശയുടെ കൈകൾ മുരുകന്റെ കൈത്തണ്ടയിൽ മുറുകി. പിന്നെ അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ നോട്ടം മല്ലിയുടെ നേരെ തന്നെയാണ്. അത് കാണാൻ വയ്യെന്ന പോലെ വിശ്വ മുഖം കുനിച്ചു. അതിനിടയിൽ കോളനിയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. അവരോടെല്ലാം വിശ്വയാണ് മറുപടി പറയുന്നത്. മുരുകൻ അതൊന്നും ശ്രദ്ധിക്കാതെ മല്ലിയുടെ നേരെ തന്നെ നോക്കി ഒരേ ഇരിപ്പാണ്. നേരം അങ്ങനെ വേദന തീർത്തുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. ഉച്ചവരെ കാത്തിരുന്നിട്ടും മല്ലിക്കൊരു ആശ്വാസവുമില്ല. ഡോക്ടറോട് പറഞ്ഞ സമയപരിധി തീരാൻ വെറും 2-3 മണിക്കൂറുകൾ മാത്രം ബാക്കി. പറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ രോഗിക്ക് എന്ത് സംഭവിച്ചാലും താൻ ഉത്തരവാദിയായിരിക്കില്ലെന്ന് ഡോക്ടർ മുൻകൂട്ടി തന്നെ പറഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെട്ടു പോകാനുള്ള പഴുതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ വിശ്വപോയി വാങ്ങിച്ചു കൊണ്ടുകൊടുത്ത ഓരോ ഗ്ലാസ് ചായ മാത്രമായിരുന്നു അന്നുള്ള അവരുടെ ഭക്ഷണം. പക്ഷേ വിശപ്പോ ദാഹം അറിയാത്ത വിധം മുന്നിലെ വാപ്പിളർ നിൽക്കുന്ന പ്രതിസന്ധി അവരെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞിരുന്നു. ഡാ, നീ ആ വക്കീലെന്ന് വിളിച്ചു മുരുക. അടുത്തുനിന്നുള്ള വിശ്വയുടെ മുറുക്കമുള്ള സ്വരം. മുരുകൻ അവനെ പകച്ചു നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.